PCOS എന്നറിയപ്പെടുന്ന കണ്ടീഷൻ ഇനി മുതൽ PMOS എന്നുള്ള പേരിലേക്ക് മാറിയെന്ന് നമ്മൾ പലരും സോഷ്യൽ മീഡിയയിലും അറിഞ്ഞു കാണും അല്ലേ. PMOS എന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവറിയൻ സിൻഡ്രോം എന്നാണ്. അപ്പോൾ ഇത് വെറുതെ ഒരു പേരുമാറ്റം മാത്രമല്ല, ഈ ഒരു കണ്ടീഷനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് തന്നെയാണ് പുതിയൊരു മാനം വരുന്നത്. ലോകത്താകെ ഏകദേശം 8 സ്ത്രീകളിൽ ഒരാൾക്ക് PMOS ഉണ്ടെന്നാണ് ഡാറ്റ പറയുന്നത്. ഇന്ത്യയിലും ഇത് വളരെ സാധാരണമാണ്. ഇത് വെറും ഒരു ഓവറിയൻ പ്രോബ്ലം മാത്രമല്ല, മറിച്ചൊരു ഹോർമോണൽ ആൻഡ് മെറ്റബോളിക് ഡിസോർഡർ ആണ്. PCOS എന്ന് പറയുമ്പോൾ ഓവറിയൻ സിസ്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ പലരും കരുതാറ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്കാനിങ്ങിൽ കാണുന്ന പലപ്പോഴും സിസ്റ്റുകൾ ആയിക്കൊള്ളുന്നില്ല, പൂർണ്ണമായിട്ട് ഗ്രോത്ത് എത്താത്ത ഫോളിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പഴയ പേര് പല രീതിയിലും ആൾക്കാർക്ക് മിസ്ലീഡിംഗ് ആയിരുന്നു. ഇതോടൊപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ്, വെയിറ്റ് ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി, ആക്നെ, എക്സസീവ് ഹെയർ ഗ്രോത്ത്, ഡയബറ്റിസ് റിസ്ക്, അതുപോലെ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഈ ഒരു കണ്ടീഷനായിട്ട് പല രീതിയിൽ അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ HbA1c, ഫാസ്റ്റിംഗ് ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈൽ പോലെയുള്ള മെറ്റബോളിക് ബ്ലഡ് ടെസ്റ്റും പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ പലരും വിചാരിക്കാറ് വണ്ണമുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് തിൻ ഔട്ട്സൈഡ് ഫാറ്റ് ഇൻസൈഡ് എന്ന് പറയും. അതായത് പുറമെ എത്ര മെലിഞ്ഞിരുന്നാലും ഉള്ളിൽ ഒരുപാട് മെറ്റബോളിക് ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ട് സ്ത്രീകളിൽ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത്, ആക്നെ, പെട്ടെന്നുള്ള വെയിറ്റ് ചേഞ്ചസ്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. അതുപോലെ തന്നെ ഓൾറെഡി PCOS ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇനി ഈ PMOSനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി PMOS എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ PMOS എന്ന് കമന്റ് ചെയ്യുക. പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം.